ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അപരിചിതൻ കടന്നു വരികയാണ്. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയന്ത്രണവും അയാളുടെ കയ്യിലാവുന്നു. നിങ്ങളുടെ കുടുംബം മൊത്തം അയാൾ നിയന്ത്രിക്കുന്നു. നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ അയാൾ വിചാരിക്കുന്നത് പോലെയാണ്. എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അതൊരു ഗ്രാമത്തിലാണ് സംഭവിക്കുന്നതെങ്കിലോ? ചാവുകര എന്ന ഗ്രാമത്തിലേക്ക് കാലമൂപ്പൻ കടന്നു വരികയാണ്. ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ കടന്നുകൊണ്ട് വളരെ മനോഹരമായ സമാധാനമായി ജീവിക്കുന്ന ആ ഗ്രാമാന്തരീക്ഷത്തിലേക്ക് അയാൾ കടന്നു വന്നതിന് ശേഷം ഒരു പൂ വിരിയണമെങ്കിൽ പോലും അയാളുടെ സമ്മതം വേണം. പ്രകൃതി പോലും അയാളുടെ നിയന്ത്രണത്തിലായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വൻ വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നു. മഹാരോഗങ്ങൾ പിടിപെട്ടുകൊണ്ട് ആളുകൾ മരണപ്പെടുന്നു. വളരെ അസ്വാഭാവികമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് പിന്നീട് അവിടുത്തെ മനുഷ്യരുടെ ജീവിതം കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അനന്തൻ എന്ന ചെറുപ്പക്കാരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനന്തൻ എന്ന ചെറുപ്പക്കാരൻ കാലമൂപ്പൻ്റെ അരികിലേക്ക് പോവുകയാണ്. വൻ വൃക്ഷലതാദികൾ തിങ്ങിക്കിടക്കുന്ന മലമുകളിലൂടെ വിഷവൃക്ഷങ്ങൾ പടർന്നു പിടിച്ചിരിക്കുന്ന പടപ്പുകളൊക്കെ താണ്ടി ഇരുട് മൂടിക്കിടക്കുന്ന അന്തരീക്ഷമൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കാലമൂപ്പൻ്റെ മുന്നിലേക്ക് ചെന്നു. ഞാൻ എന്താണ് എൻ്റെ ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് അയാളോട് ചോദിക്കുക. പിന്നീട് കാലമൂപ്പനും അനന്തനും കൂടിയാണ് ഈ കഥയെ കൊണ്ടുപോകുന്നത്. എം മുകുന്ദൻ്റെ രാവും പകലും എന്ന പുസ്തകത്തിനെ കുറിച്ചാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്. അനന്തനും കാലമൂപ്പനും മാത്രമല്ല, വേറെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ശ്രീദേവി എന്ന അനന്തൻ്റെ മുറപ്പെണ്ണടക്കം വരുന്ന ഒരുപാട് കഥാപാത്രങ്ങളെ കൊണ്ടുപോയിക്കൊണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളെ കാണിച്ചുകൊണ്ട് അവരിലൂടെ ഉണ്ടാകുന്ന വികാരങ്ങളെയും വിചാരങ്ങളെയും അവരുടെ പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളെയും നമ്മുടെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ഒരു ഗ്രാമത്തിനെയും അതിലെ ഗ്രാമവാസികളെയും നമ്മളുടെ മുന്നിലേക്ക് കാണിച്ചുകൊണ്ട് വളരെ അസാധാരണമായ രീതിയിൽ കടന്നു പോകുന്ന ഒരു ജീവിതത്തിനെ കാണിച്ചുകൊണ്ട് എഴുതിയ ഒരു കഥയാണ് രാവും പകലും. ഇതിലെ ഒരു പ്രണയം പറയുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു പ്രണയമല്ല, വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കഥാമുഹൂർത്തങ്ങളുണ്ട്. നമ്മൾ ക്യൂരിയസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് വെറുതെ പറയല്ല, ജെനുവനായിട്ട് പറയാണ്. നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒരു അറ്റം കാണാതെ നമുക്ക് പുറത്ത് കടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളെ ഈ പുസ്തകത്തിൽ പുതുക്കിയെടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു വായനാനുഭവമായിരിക്കും. ഞാനൊരു പുസ്തകം വായിക്കുന്നത് 8th-ലോ 9th-ലോ എങ്ങാനും പഠിക്കുമ്പോഴാണ്. എന്താ പറയുക, ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ആ പുസ്തകം വായിച്ചിട്ടും എനിക്കിപ്പോഴും ആ പുസ്തകത്തിനെ കുറിച്ച് മറക്കാൻ സാധിച്ചിട്ടില്ല. അത്രയും നല്ലൊരു വായനാനുഭവം തന്നൊരു പുസ്തകമാണ്. നിങ്ങൾ ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കൂ, നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. വളരെ നല്ല ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു കഥയാണെങ്കിലും വളരെയധികം നമുക്ക് മനസ്സ് നടക്കുന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു കഥാസന്ദർഭമാണ്. ഹാപ്പി റീഡിംഗ്. താങ്ക് യു.